കാലങ്ങളായി മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലെ കോൺഗ്രസും CPM-ഉം ഒരുപോലെ അന്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു 2021-ലേത്. 99 സീറ്റുകളുമായി ഇടതുപക്ഷം രണ്ടാം തവണയും അധികാരത്തിലേറിയപ്പോൾ പരാജയത്തിൻ്റെ പടുകുഴിയിൽ 2021-ലെ ആ തോൽവി കോൺഗ്രസിന് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ആ സമയത്ത് കോൺഗ്രസിൻ്റെ അധികാര കേന്ദ്രത്തിലേക്ക്, കോൺഗ്രസിൻ്റെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു പുതിയ നേതാവിനെ കൊണ്ടുവരണമെന്ന ചർച്ച സജീവമായപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് കണ്ണൂരുകാരനായ കുമ്പക്കുടി സുധാകരൻ എന്ന K. സുധാകരനെ ആ നിയോഗം ഏൽപ്പിക്കുന്നു. അദ്ദേഹം കടന്നു വരികയും കേന്ദ്ര സംവിധാനത്തിലൂടെ പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തെങ്കിൽ പോലും കാര്യമായ രീതിയിലുള്ള മുന്നേറ്റമൊന്നും കോൺഗ്രസിന് ആ കഴിഞ്ഞ 5 വർഷ കാലഘട്ടം, ഇപ്പോൾ 2025-ൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായുള്ള ഈ സമയത്ത് പോലും ഉണ്ടായിട്ടില്ല എന്ന കണക്കൂട്ടലിൻ്റെയും ധാരണയുടെയും പുറത്ത് K. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അവിടേക്ക് ഇനി ആര് വരുമെന്ന ചോദ്യത്തിന് പലരുടെയും പേരുകൾ വന്നു. പല സാമുദായിക മത സന്തുലനാവസ്ഥയും കൈക്കൊള്ളേണ്ട അവസ്ഥ കോൺഗ്രസ് ഉണ്ടാകുന്നു. അങ്ങനെ ഒടുവിൽ സണ്ണി ജോസഫ് എന്ന കോൺഗ്രസിൻ്റെ MLA, കണ്ണൂരുകാരനായ സണ്ണി ജോസഫ്, കണ്ണൂരുകാരനായ K. സുധാകരൻ ആ സ്ഥാനമൊഴിഞ്ഞപ്പോൾ അവിടേക്ക് എത്തുന്നു. കൂടെ ഷാഫി പറമ്പിലും AP അനിൽകുമാറും PC വിഷ്ണുനാഥും, അങ്ങനെ ഒരു വലിയ നിരയും. ഇനി ആരാണ് സണ്ണി ജോസഫ്? സണ്ണി ജോസഫിന് ആ സ്ഥാനത്തിരുന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? പാർട്ടിക്കാർക്കും പത്രക്കാർക്കും അടുപ്പക്കാർക്കും സണ്ണി ജോസഫ് MLA സണ്ണി വക്കീലാണ്. ആ സണ്ണി വക്കീലാണ് ഇനി സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിക്കാനെത്തുന്നത്. തൊടുപുഴയിൽ നിന്ന് കണ്ണൂർ ഉളിക്കൽ പുറവയിലേക്ക് കുടിയേറിയതാണ് സണ്ണി ജോസഫിൻ്റെ കുടുംബം. 1970 മുതൽ KSUവിൻ്റെ സജീവ പ്രവർത്തകനായി കോഴിക്കോട്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി പ്രതിനിധിയായ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഉളിക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, തലശ്ശേരി കാർഷിക വികസന സഹകരണ സൊസൈറ്റി പ്രസിഡന്റ്, മട്ടന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, കണ്ണൂർ DCC പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 3 തവണയായി പേരാവൂരിൽ നിന്നുള്ള നിയമസഭാ അംഗമായി. അതോടൊപ്പം കണ്ണൂർ ജില്ലാ UDF ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം. 2011-ൽ സിറ്റിംഗ് MLA ആയിരുന്ന KK ശൈലജയെ പരാജയപ്പെടുത്തിയാണ് MLA ആയത് എന്നതും പ്രത്യേകതയാണ്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലെല്ലാം പേരാവൂർ സണ്ണി ജോസഫിനോടൊപ്പം നിലയുറച്ചു നിന്നു. മികച്ച സംഘാടകൻ എന്ന പേര് സണ്ണി ജോസഫിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ സഭാ നേതൃത്വങ്ങളായി നല്ല ബന്ധവുമുണ്ട് അദ്ദേഹത്തിന്. ഇത് തന്നെയാണ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് നിയോഗിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്ന K. സുധാകരനും സണ്ണി ജോസഫിനെയാണ് ഏറ്റവും താല്പര്യം. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് ആ സ്ഥാനത്തേക്ക് എത്തുന്നു. ഈ സമയങ്ങളിലെല്ലാം ചർച്ചയിലുണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട പേരുകളാണ് ആന്റോ ആന്റണിയും അടൂർ പ്രകാശും. എന്നാൽ അടൂർ പ്രകാശിന് കൃത്യമായ സ്ഥാനം ലഭിക്കുന്നു, UDF കൺവീനർ സ്ഥാനം. ആന്റോ ആന്റണി ആകട്ടെ ആദ്യഘട്ടം മുതൽ ചർച്ചയിലുണ്ടായിരുന്ന സഭാംഗങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലും വിശ്വസിച്ചിരുന്ന ഒരു നേതാവ്. K. സുധാകരനെ മാറ്റിയാൽ അവിടേക്ക് ആന്റോ ആന്റണി തന്നെ എത്തുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച പ്രവർത്തകരുടെ വിശ്വാസങ്ങളെല്ലാം തെറ്റുന്നു. അവിടെ സണ്ണി ജോസഫ് എന്ന കണ്ണൂരുകാരനായ MLA K. സുധാകരന് പകരക്കാരനായി എത്തുന്നു. സൗമ്യനായ, സാധാരണക്കാരുടെ ഇടങ്ങളിൽ നേതൃത്വ പദവി അലങ്കരിച്ചിട്ടുള്ള സണ്ണി ജോസഫും ഒപ്പം ഷാഫി പറമ്പിലിൻ്റെ യുവമുഖവും PC വിഷ്ണുനാഥിൻ്റെ ചടുലമാർന്ന നീക്കങ്ങളും, ഇങ്ങനെ പല പല പ്രത്യേകതകളുണ്ട് KPCCയുടെ പുതിയ ഭാരവാഹിത്വം വഹിക്കുന്ന നേതാക്കന്മാർക്ക്. ഏകതലത്തിൽ വീക്ഷിച്ചാൽ ഇവർക്കെല്ലാവർക്കും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സവിശേഷതയുണ്ട്. അത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന ബോധ്യവും അറിവുമാണ്. അത് 2025-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയ കരുത്തു പകരുമെന്ന ധാരണയിലും വിശ്വാസത്തിലും തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്.